അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ, നമുക്ക് മഴക്കാലമായ ശരീരമൊക്കെ ഇങ്ങനെ അത്യാവശ്യമൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്കൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയല്ലോ. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ സൂപ്പും ചിക്കൻ സൂപ്പൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതിലേറെ ഇഷ്ടപ്പെടും ഈ സൂപ്പ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും കഴിയും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ദശയുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 150 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ പട്ട, അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പട്ട, ഒരു 8 ഏലക്കായ്, ഒരു 8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബേ ലീവ്സ് ഒന്ന് കഷ്ണാക്കിയിട്ടുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമല്ലി അതും കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതെടുത്തത് കുറച്ച് കാലിൻ്റെ ഭാഗം, കുറച്ച് നെഞ്ചിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ദശയുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പ് കുടിക്കുമ്പോൾ ആ ദശ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ സൂപ്പ് 1/2 മണിക്കൂറോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കേട്ടോ വേവിച്ചെടുത്തത്. അതിന് ശേഷം ഞാനൊരു 16 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പ് ഒന്ന് തുറന്ന് നോക്കാം. 1/2 മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനത് തുറന്ന് നോക്കിയത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ദശ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പിൻ്റെ കൂടെ ആ ദശയും കൂടെ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ, നല്ല ചുവപ്പ് കളറാകുന്നത് വരെ. അപ്പോൾ നമ്മളെ ഉള്ളി ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ആ സൂപ്പിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ സൂപ്പ് വിളമ്പുമ്പോൾ നമുക്ക് കുരുമുളക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളകും ചേർത്താൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്താം കേട്ടോ. ഞാനിതിൽ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ടത് കൊണ്ട് നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി കുരുമുളക് ചേർത്തി കൊടുക്കണില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വിഭവമായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. From the first moment I saw you, I knew I had to make you